പവിത്രമായ അറഫ, പരിശുദ്ധമായ അറഫ. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? അറഫ മാസത്തിൽ അറഫ ദിവസം അതിന്റെ പ്രത്യേകതയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അറഫ ദിവസത്തിന് വലിയ പ്രത്യേകത, വലിയ മഹത്വം, വലിയ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. പരിശുദ്ധമായ അറഫ പുണ്യഭൂമി, ലക്ഷക്കണക്കിന് ഹാജിമാരെ പവിത്രമായ ഹജ്ജിന്റെ വേളയിൽ സംഗമിക്കുന്ന ഒരു വലിയ കർമ്മം, ഹജ്ജിന്റെ ഒരു കർമ്മഭൂമിയാണ് പവിത്രമായ അറഫ. അറഫയിൽ സംഗമിക്കുക, ലക്ഷക്കണക്കിന് ഹാജിമാരെ അറഫയിൽ സംഗമിക്കുന്ന പവിത്രമായ ഈ ഒരു സമയം എന്തുകൊണ്ടാണ് അറഫാ ദിവസത്തിന് നമ്മൾ ഇത്രത്തോളം ശ്രേഷ്ഠത നൽകുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളിൽ നിന്ന് ഏറ്റവും ഖൈറായ നല്ല ദിവസത്തിലുള്ള ദുആ അത് ഏത് ദുആ ആണ്? അറഫയുടെ അറഫാ ദിവസത്തിന്റെ ദുആ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കും. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് അൽഹംദുലില്ലാ അറഫയാണ്. നാളെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് നാളെ അറഫയാണ്. അപ്പൊ അറഫാ ദിവസത്തിലുള്ള ദുആ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫാ ദിവസത്തിലുള്ള ദുആ വലിയ ശ്രേഷ്ഠതയുള്ള ദുആ ആണ്. അത് മറ്റുള്ള മാസങ്ങളിലുള്ള ദുആകളെ പോലെയല്ല, മറ്റുള്ള ദിവസങ്ങളിൽ ദുആ ചെയ്യുന്നത് പോലെയല്ല. അറഫയിലെ ദുആ വലിയ ഇജാബത്തുള്ള ദുആ ആണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു ദിവസം നമ്മൾ അല്ലാഹുവിനോട് നല്ലോണം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറയാം, സമയം നമ്മുടെ മുമ്പിൽ കുറവാണ്. ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിവസത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം ഒന്ന് നമ്മൾ പഠിച്ചു. ഇന്നലത്തെ മിനിയാന്നത്തെ പ്രഭാഷണത്തിൽ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഒരു കാരണം? എന്താ മഹാനായ ഓരോ കാരണങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഒന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം സ്വർഗലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വന്നതിന് ശേഷം തന്റെ പ്രിയപ്പെട്ടവളായ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടാൻ വേണ്ടി ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് കാണിച്ചു തരൂ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്. സ്വർഗലോകത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മഹാന്മാരായ മലാഖമാരുടെ സാന്നിധ്യത്തിൽ മലക്കുകളെ സാക്ഷിയാക്കിയിട്ട് പടച്ച തമ്പുരാന് സ്വർഗലോകത്തിൽ നിന്ന് നിക്കാഹ് ചെയ്തു കൊടുത്ത ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇണയാക്കി കൊടുത്ത ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജിദ്ദയുടെ മണ്ണിൽ മറവെട്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ജിദ്ദ എന്ന പേര് വരാൻ തന്നെ അതിനൊരു കാരണമാണെന്ന് ചരിത്രം പറയുകയാണ്. ജദ്ദത്ത് വലിയുമ്മ, നമ്മുടെയൊക്കെ വലിയുമ്മ, എന്റെയും നിങ്ങളുടെയും ലോകത്ത് വരാൻ പോകുന്ന മനുഷ്യ കുലപതികളുടെ ഒന്നാമത്തെ ഉമ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വലിയുമ്മയാണ് മഹദിയായ ബീവി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ പറയണം. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നിക്കാഹ് ചെയ്തു കൊടുത്തല്ലോ.
ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് നടന്ന കാര്യമാണ് നിക്കാഹ് എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് നടന്ന വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നിക്കാഹ് എന്നുള്ളത്. നിസ്കാരം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അല്ലേ? റജബ് 27-ന് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹു നൽകിയ സമ്മാനമല്ലേ? അതേ പ്രകാരം ഹജ്ജ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പവിത്രമായ ഹജ്ജ് സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. ഉംറ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാ. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മമുണ്ടെങ്കിലും, നിങ്ങൾ ഏത് സൽക്കർമ്മം പറയുകയാണെങ്കിലും, ആ സൽക്കർമ്മങ്ങളെല്ലാം, ആ സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. പക്ഷേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഒരു സൽക്കർമ്മം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെ സാക്ഷിയാക്കി അള്ളാഹു തുടക്കം കുറിച്ച ഒരു സൽക്കർമ്മം ഏതാണ്? അത് നിക്കാഹാണ് ചെറുപ്പക്കാരാ, അത് നിക്കാഹാണ് പെങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന കല്യാണമുണ്ടല്ലോ, നിക്കാഹ് എന്നുള്ളത്, അത് സ്വർഗത്തിൽ നിന്ന് ആരംഭം കുറിച്ച ഒരു ഇബാദത്താണെന്ന് നമ്മൾ മറന്നു പോവരുത്. അതുകൊണ്ട് നിക്കാഹിന് അത്രത്തോളം വലിയ പ്രാധാന്യം നമ്മൾ നൽകുന്നത് അതിനാണ്. ഒരു മനുഷ്യന്റെ കല്യാണം കഴിയുക എന്നുള്ളത്, ഒരു മനുഷ്യന്റെ നിക്കാഹ് കഴിയുക എന്നുള്ളത്, അത് വലിയ പുണ്യമുള്ള കാര്യമല്ലേ? അതിന് പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണോ, പ്രധാനപ്പെട്ട സമയം നമ്മൾ തിരഞ്ഞെടുക്കണോ, പ്രധാനപ്പെട്ട ആളുകൾ അതിൽ സാക്ഷിയാവണം. വിഷയം ഞാൻ മാറുന്നില്ല, വിഷയത്തിലേക്ക് വരികയാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക, അന്ന് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ മക്കളായല്ലോ, മരുമക്കളായി, പേരമക്കളായി, അങ്ങനെ ജീവിതം ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അള്ളാഹുവിന്റെ ഖലാഖ് പ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അല്ലാഹ്, എന്റെ ഹവ്വാ ബീവി എവിടെയാണ് റബ്ബേ? ചരിത്രം പറയുന്ന 400 വർഷത്തിലേറെയായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്ത് നടക്കുകയാണ്. എന്റെ ഹവ്വ എവിടെയാണ് അല്ലാഹ്? എന്റെ ഹവ്വ എവിടെയാണ് റബ്ബേ? എന്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് കാണിച്ചു തരോ അല്ലാഹ്? അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഭൂമിയിൽ വന്നതിന് ശേഷം കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്നറിയോ? അത് പവിത്രമായ പരിശുദ്ധമായ അറഫയുടെ മണ്ണാ. അറഫ മൈതാനം, അഹദിൻ തിരുസ്ഥാനം, ലബ്ബൈക അല്ലാഹുമ്മ, വഴി ലക്ഷങ്ങൾ തരുമുമ്മ, നാദാ നിന്നിൽ കൈനീട്ടുകയായി, നിന്റെ നാദം കേട്ടോ നിറവേറ്റുകയായി. ആ അറഫയുടെ മണ്ണിലാണ് ലക്ഷക്കണക്കിന് ഹാജിമാരെ പവിത്രമായ അറഫയിൽ സംഗമിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടതല്ലേ? ആ അറഫയുടെ മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നതും കണ്ടപാടെ തിരിച്ചറിഞ്ഞു, അല്ലാഹ്, ഇത് എന്റെ ഹവ്വയാണല്ലോ അല്ലാഹ്, ഇത് എന്റെ ഹവ്വയാണല്ലോ അല്ലാഹ്, ഇതെന്റെ ഭാര്യയാണല്ലോ റബ്ബേ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇന് അല്ലാഹ് ഇജാബത്ത് കൊടുത്ത സ്ഥലമാണ് പവിത്രമായ അറഫ. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടി തആറഫ. അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. അങ്ങനെയാണ് അറഫക്ക് അറഫ എന്ന പേര് വരാൻ കാരണമെന്ന് ചരിത്രം നമ്മെ രേഖപ്പെടുത്തുകയാണ്. അറിവിന്ദിലാമ കുടുംബങ്ങളെ പഠിക്കണേ, നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണേ, അറിവുകൾ നിങ്ങളെ ശേഖരിക്കണേ. ഒരു കാരണം നമ്മൾ പഠിച്ചു, ഒരു കാരണം
അപ്പൊ ഒരു കാരണം, ഓക്കെ, നമ്പർ 1. ഇനി 2 നല്ലോണം പഠിച്ചു ചോദിച്ചോട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദിക്കുവേ, ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോ പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ കാരണം, അപ്പൊ അറഫക്ക് അറഫ എന്ന പേര് കിട്ടാൻ കാരണം നമ്മൾ പഠിച്ചു അല്ലേ? അവ സ്വർഗത്തുനിന്ന് തുടങ്ങി വെച്ച ഒരൊറ്റ സൽക്കർമ്മുള്ളൂ. ഒറ്റ സൽക്കർമ്മം എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് നിക്കാഹ്. ആ നിക്കാഹ് പോയി കൊളാക്കാൻ നിൽക്കരുത്. ആ നിക്കാഹ് പോയി കൊളാക്കാൻ നിൽക്കരുതേ. കാരണം അത് സ്വർഗത്തുനിന്ന് തുടങ്ങിയ കാര്യമാണ്. ആദ്യം നബി ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ ഓല് രണ്ടാളും പരസ്പരം അത് നമ്മൾ പോയി കൊളാക്കാൻ നിൽക്കരുത്. അത് ചെയ്യേണ്ടതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചെയ്യേണ്ട ദിവസം ചെയ്യാം. ചെയ്യേണ്ടതുപോലെ അതിന്റെ മട്ടത്തിൽ ചെയ്യാം. ഓക്കെ, ഇനി കൂടുതൽ അതിലേക്ക് ഞാൻ കടക്കണില്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാരും ഓർത്തേക്കണേ. നിക്കാഹ് ഈ കാലഘട്ടത്തിലുള്ള നിക്കാഹും കല്യാണൊക്കെ കാട്ടിക്കൂട്ടലും മറ്റും മറിച്ചൊക്കെ ആകുന്ന കുറെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോട്ട് ദ പോയിന്റ്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സൽക്കർമ്മത്തെ നമ്മൾ വഷളാക്കാൻ നിന്നാണ്ടല്ലോ, അള്ളാഹു നമുക്ക് നല്ല മുട്ടം പണി തരും. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇനി നമ്പർ 2 ഏത് വെച്ചോളി. നമ്പർ 2 എന്തുകൊണ്ടാണ് അറഫക്ക് അറഫ എന്ന പേര് വരാൻ കാരണം? മറ്റൊരു കാരണം പറയട്ടെ. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. ഇബ്രാഹിം ചുരുക്കി പറയാണ്, പെട്ടെന്ന് തന്നെ മുത്തുനബിയുടെ അറഫ പ്രഭാഷണത്തിലെ വിഷയം പറയാനുണ്ട്. ചുരുക്കി പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അറഫയുടെ മഹത്വം പറയുന്നിടത്ത് മഹാന്മാരെ അറഫയ്ക്ക് പേര് വരാൻ മറ്റൊരു കാരണം പറയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഈ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഹജ്ജിനുള്ള കർമ്മങ്ങളെ, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണമല്ല. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അന്ന ജിബ്രീല അതാ ഇബ്രാഹിം ഫഅറാഹു ബികാ മക്കത വമശാഹിദഹാ ഹാദാ മൗളിഉ കദാ ഹാദാ മൗളിഉ കദാ ഹൽ അറഫ്ത യാ ഇബ്രാഹിം ഹൽ അറഫ്ത യാ ഖലീലല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരികയാണ്. ഇത് ഇന്ന സ്ഥലമാണ് നബിയേ, ഇത് ഇന്ന സ്ഥലമാണ് നബിയേ, ഇത് കഅബയാണ്, ഇത് കഅബയുടെ പരിസരത്തുള്ള പവിത്രമായ സ്ഥലങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഇബ്രാഹിം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ആരാ പറഞ്ഞു കൊടുക്കണേ? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഇന്ന സ്ഥലാണ് കേട്ടോ, ഇത് ഇന്ന സ്ഥലാണ് കേട്ടോ. ഹജ്ജിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളില്ലേ, മിനയിൽ പാർക്കുക എന്നുള്ളത്, അറഫയിൽ സംഗമിക്കുക എന്നുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഹജ്ജിന്റെ ഓരോ സൽക്കർമ്മങ്ങളും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അൽ അറഫ്ത, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കാണ്, ഞാൻ പറഞ്ഞ മനസ്സിലായോ നബിയെ? ആരോടെ? ഇബ്രാഹിം നബിയോട് ചോദിക്കാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ സ്ഥലം മനസ്സിലായോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖദ് അറഫ്തു. ഓക്കേ, യെസ്, എനിക്ക് മനസ്സിലായി. ഖദ് അറഫ്തു, എനിക്ക് മനസ്സിലായി. അൽഹംദുലില്ലാഹ്. ഓരോ സ്ഥലത്തെയും അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുകയാണ്. വലിദാലിക സുമ്മിയ അറഫ.
അതുകൊണ്ടാണ് അറഫക്ക് അറഫ എന്ന പേര് വരാൻ കാരണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാരണമാണ്. അവിടെ ഇബ്രാഹിം നബി പറയുന്നു, ഖദ് അറഫ്തു, എനിക്ക് മനസ്സിലായി, ഖദ് അറഫ്തു, എനിക്ക് മനസ്സിലായി, ഓക്കേ എനിക്ക് മനസ്സിലായി. അപ്പൊ ഖദ് അറഫ്തു, ഞാൻ മനസ്സിലാക്കി. ഓരോന്നോരോന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ അൽഹംദുലില്ലാ മനസ്സിലായി മനസ്സിലായി. അങ്ങനെയാണ് അറഫ്തു, ഞാൻ അറിഞ്ഞു, എനിക്ക് ഓക്കെ മനസ്സിലായി. അങ്ങനെയാണ് അറഫ എന്ന പേര് വരാൻ കാരണം. രണ്ടെണ്ണം. ഇനിയൊരു കാരണം കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം കൂടി. അറഫക്ക് അറഫ എന്ന വരാ ഇത് ഉമ്മമാരെ ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ പഠിക്കാം. ഇനി മൂന്നാമത്തെ കാരണം, ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. ഇനി മൂന്നാമത്തെ കാരണം പറയണം. 3 സ്വലാത്ത് അറഫന്റെ പവിത്രമായ ദിവസം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഈ സ്വലാത്തുകളൊക്കെ കബൂലാക്കി ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്ക് റബ്ബേ. ഞങ്ങളെ രോഗങ്ങളെല്ലാം മാറ്റണേ അല്ലാഹ്. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോന്റെ പേര് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് പ്രിയമുള്ള മകനാ ഇസ്മായിൽ വരവായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു തങ്കക്കുടത്തെ കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഇസ്മായിൽ നബി എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ തങ്കക്കുടത്ത് നൽകിയല്ലോ. അല്ലാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തതിന് ശേഷമാണ് അല്ലാഹു നൽകിയത്. മക്കളില്ലാത്തവരെ വിഷമിക്കണ്ട, മക്കളില്ലാത്തവരെ സങ്കടപ്പെടണ്ട. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സങ്കടപ്പെട്ട റബ്ബിനോട് ചോദിച്ചിട്ടാണ് അല്ലാഹു ഒരു തങ്കക്കുടത്ത് നൽകിയത്. നിരന്തരം നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം അല്ലാഹുവിനോട് മക്കളെ നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അല്ലാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകിയല്ലോ. അല്ലാഹുവേ, ഇന്ന് അറഫാ ദിവസമാണ് റബ്ബേ, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസമാണ് റബ്ബേ. പവിത്രമായ വെള്ളിയാഴ്ച ദിവസത്തിൽ, അറഫാ ദിവസത്തിൽ നോമ്പുകാരായിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെ കൂട്ടത്തില് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഈ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. അങ്ങനെ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന പൊന്നുമോൻ അല്ലാഹു നൽകി. ആ പൊന്നുമോനെ ബലിയറിക്കാൻ വേണ്ടി ബലിപെരുന്നാളിന്റെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബലിയറിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ്. ഉടനെ കഴുത്തന്റെ ദാറോക്കോ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തന്റെ ദാറോക്കോ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനിമോനെ ഇതാ നിന്നെ പോൽ
ഏറ്റം സുഖമെന്റെ മനസ്സിനിപ്പോ നേരം കളയാതെ അറുക്കോ ബാപ്പാ നേരെ പിടിവാൾ വെച്ചറുക്കോ ബാപ്പാ നേരം കളയാതെ അറുക്കോ ബാപ്പാ നേരെ പിടിവാൾ വെച്ചറുക്കോ ബാപ്പാ. കേട്ടില്ല പാട്ട്? പഴയ കാലം മുതലേ അല്ലാഹ് എന്റെ ഉമ്മയൊക്കെ എപ്പോൾ ഈ പാട്ട് ഇങ്ങനെ പാടിയിരുന്നു. അല്ലാഹുമ്മ എന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ വിശാലമാക്കണേ അല്ലാ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ തക്ബീർ മുഴക്കി കൊണ്ടറുക്കോ ബാപ്പാ തൗഫീഖുടയോനോടടുക്കോ ബാപ്പാ തക്ബീർ മുഴക്കി കൊണ്ടറുക്കോ ബാപ്പാ തൗഫീഖുടയോനോടടുക്കോ ബാപ്പാ ഉടനെ കഴുത്തന്റെ തറുക്കോ ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അവിടുത്തെ പ്രിയപ്പെട്ട പുന്നമോനെ ബലിയർക്കാൻ വേണ്ടി അല്ലാഹു ഓർഡർ കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചു, അല്ലാ ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഓർഡർ തന്നെയാണോ റബ്ബേ, അതോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ തോന്നിപ്പിക്കലാണോ? അത് ഇബ്ലീസല്ല, ഇബ്ലീസിന്റെ തോന്നിപ്പിക്കലല്ല, അത് ഇബ്ലീസിന്റെ തോന്നിപ്പിക്കലല്ല, അത് അല്ലാഹുവിന്റെ ഓർഡർ തന്നെയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചാണ്. അങ്ങനെ അറഫ മൈതാനിൽ വെച്ചിട്ടാണ് ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇത് അല്ലാഹു എന്നോട് മോനെ പൊന്നുമോനെ അറുക്കാൻ വേണ്ടി ഇത് അല്ലാഹുവിന്റെ കൽപ്പന തന്നെയാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് അറഫക്ക് അറഫ എന്ന പേര് കിട്ടിയതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. അറഫക്ക് അറഫ എന്ന് പേര് കിട്ടാൻ 3 പ്രധാന കാരണങ്ങൾ മറന്നു പോവല്ലേ. പഠിക്കണേ പ്രിയപ്പെട്ടവരെ, പഠിക്കണം നമ്മളത്. ആദം നബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞല്ലോ. ഈ 3 കാരണങ്ങളെ കൊണ്ടാണ് പവിത്രമായ അറഫക്ക് അറഫ എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അടുത്ത ചരിത്രം നിങ്ങൾ എഴുതി വെക്കണേ. ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളിൽ നിന്ന് ഏറ്റവും ഖൈറായ ദുആ അത് അറഫയുടെ ദുആ ആണ്. അത് അറഫയുടെ ദുആ ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ദിവസമാണ് പരിശുദ്ധമായ അറഫ. അത് മറ്റൊരു പോയിന്റ് ആണ്. മുത്തു റസൂലുള്ളാഹി ദുആ ചെയ്ത ദിവസമാണ് പവിത്രമായ അറഫ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആകിന് അല്ലാഹു ഉത്തരം കൊടുത്തതാണ് പവിത്രമായ അറഫ. ഹാജിമാരെ സംഗമിക്കുന്ന ഹജ്ജ് കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മഭൂമിയാണ് പവിത്രമായ അറഫ.
മഹാനായ നബിയുല്ലാഹി അബൂ ബശർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഭൂമി ലോകത്തിൽ നിന്ന് കണ്ടുമുട്ടിയ പവിത്രമായ അറഫ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കരുണ ഈ ഭൂമി ലോകത്തേക്ക് പടച്ച തമ്പുരാൻ വാരിക്കൊരിയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് അറഫയുടെ ദിവസമാണ് സ്വഹാബ. അറഫാ ദിവസത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന കാരുണ്യം എത്രയാണ്! മറക്കല്ല, മറക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അറഫാ ദിവസത്തിൽ അല്ലാഹു നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അഥവാ റബ്ബിന്റെ കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണ്. ഒരാളെയും അല്ലാഹു ഒഴിവാക്കൂല. അതുകൊണ്ട് ചോദിച്ചു വാങ്ങുക. റബ്ബിനോട് നിരന്തരം നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുവേ, പവിത്രമായ അറഫാ ദിവസത്തിൽ നിന്റെ വിശ്വാസികൾക്ക് നീ കരുണ ചൊരിയുമല്ലോ. ആ കരുണ നീ ഞങ്ങൾക്ക് ചൊരിയണേ റഹ്മാനെ. ആ കരുണ നീ ഞങ്ങൾക്ക് ചൊരിയണേ തമ്പുരാനെ. അറഫാ ദിവസത്തിൽ അല്ലാഹു ധാരാളം കരുണ ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വയൗമുൽ മർഹമ വയൗമുൽ മഗ്ഫിറ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റഹ്മത്ത് ചോദിക്കുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കുകയാ. വയൗമുൽ മഗ്ഫിറ, പാപമോചനങ്ങളെ ചോദിക്കുന്നവർക്ക്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നവർക്ക് അല്ലാഹു പവിത്രമായ അറഫാ ദിവസത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പവിത്രമായ അറഫാ ദിവസമുണ്ടല്ലോ, വയൗമുൽ മർഹമ വയൗമുൽ മഗ്ഫിറ. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും പടച്ച തമ്പുരാന്റെ മുമ്പിൽ തനിച്ചിരുന്നുകൊണ്ട് റബ്ബേ പറ്റിപ്പോയി റഹ്മാനെ, ഞാൻ ചെയ്തു പോയ തെറ്റുകള്, ഞാൻ പറഞ്ഞു പോയ തെറ്റുകള്, ഞാൻ കണ്ടുപോയ തെറ്റുകള്, ഞാൻ ചിന്തിച്ചു പോയ തെറ്റുകള്, എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം നീ എന്നോട് പൊറുക്കണേ റഹ്മാനെ. നീ എന്നോട് മാപ്പാക്കണം അല്ലാ. നീ എനിക്ക് വിട്ടുവീഴ്ച തരണേ അല്ലാ എന്ന് മനസ്സറിഞ്ഞ ഒരാൾ റബ്ബിനോട് അറഫാ ദിവസത്തിൽ ചോദിച്ചാൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഞാൻ അവരുടെ പാപഭാരങ്ങളെ കഴുകി കളയുന്നതാണ് നബിയെ, ഞാൻ അവന്റെ തെറ്റുകുറ്റങ്ങളെ ഞാൻ പുറത്തു കൊടുക്കുന്നതാണ് നബിയെ. അതുകൊണ്ട് പറയൂ നബിയെ, വയൗമുൽ മഗ്ഫിറ, അത് പാപഭാരങ്ങളെ കഴുകിക്കളയുന്ന ദിവസമാണ്. നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ. റബ്ബിനോട് നമ്മൾ ചെയ്തു പോയ പാപഭാരങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മളെ മടങ്ങുകയാണ്. അല്ലാഹുവേ, ഈ പുണ്യമായ അറഫാ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ മുഴുവനും ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കൈവടിയൂല, അല്ലാഹു നമ്മളെ മാറ്റി നിർത്തൂല, അല്ലാഹു നമ്മളെ ഉപേക്ഷിക്കൂല, അല്ലാഹു നമ്മളെ ഒഴിവാക്കൂല. അവൻ കാരുണ്യവാനാണ്, അവൻ കരുണക്കടൽ ചെയ്യുന്നവനാണ്. അല്ലാഹു ധാരാളം റഹ്മത്തുകളും മഗ്ഫിറത്തുകളും വാരിക്കോരിച്ചൊരിയുന്ന പവിത്രമായ ഈ ദിവസത്തിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ പോവരുത്. ഒരു മഹത്വമാണ്. ഇനി മറ്റൊരു മഹത്വം പറയട്ടെ, ഇനി മറ്റൊരു ശ്രേഷ്ഠത പറയട്ടെ, ഇനി മറ്റൊരു മഹത്വം പറയട്ടെ. അല്ലാഹുവേ, ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ ഉമ്മമാർ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മളെ. അൽഹംദുലില്ലാഹ്. ഇനി മറ്റൊരു ഈ ദിവസത്തിന്റെ അറഫാ ദിവസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠത നമ്മൾ പറയുകയാണ്.
മർഹമത്തിന്റെ റഹ്മത്തിന്റെ ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു, മഗ്ഫിറത്തിന്റെ ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതേതാണ്? ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത പഠിച്ചു വെച്ചോളൂ മുഅ്മിനീങ്ങളെ. വയഅതികും മിൻ നാരി ജഹന്നമ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ആളുകളെ അല്ലാഹു മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ. നരകത്തിൽ നിന്ന് അല്ലാഹു ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് പവിത്രമായ അറഫ. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി തൗബാ മജ്ലിസ് ഉണ്ടാകും. ഇന്ന് അറഫ രാമാണ്. ഇന്ന് രാത്രി തൗബാ മജ്ലിസിൽ നിന്ന് റബ്ബിനോട് നരകത്തിൽ നിന്ന് നമുക്ക് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ. നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരെ നീ രക്ഷിക്കുന്ന രാവാണ് പരിശുദ്ധമായ അറഫ. ജഹന്നം. ജഹന്നമാകുന്ന നരകമുണ്ടല്ലോ, നരകം പല തട്ടുകളാണ് സ്വഹാബാ. മുത്തുനബി പറയുകയാണ്, നരകം പല തട്ടുകളാണ് സ്വഹാബാ. ആ നരകത്തിൽ നിന്ന് ഭയാനകമായ സ്ഥലം ആ നരകത്തിൽ നിന്ന് ഭയാനകമായ സ്ഥലമാണ്. നരകത്തിൽ നിന്ന് ഭയാനകമായ സ്ഥലമാണ് ജഹന്നമെന്ന് പറയുന്ന സ്ഥലം. ആ ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് കാക്കണം അല്ലാ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രിയപ്പെട്ട അല്ലാഹുവേ, ആ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എപ്പോഴും നമ്മൾ റബ്ബിനോട് നരകത്തിൽ നിന്ന് പാപമോചനം ചോദിക്കണം. ആ പാപമോചനത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് പാപമോചനം ചെയ്യേണ്ട ദിവസമാണ് പരിശുദ്ധമായ അറഫ. ഒരുപാട് ആളുകളെ അല്ലാഹു നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിവസമാണ് അറഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അറഫ ദിവസം നോമ്പെടുത്തുകൊണ്ട് എന്റെ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബേ അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. നരകം എനിക്ക് ഹറാമാക്കുക അല്ലാ, നരകം എനിക്ക് ഹറാമാക്കുക അല്ലാ. എന്റെ പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്. അല്ലാഹുവേ, അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഉമ്മാന്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മ കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പത്തപ്പെരിയത്തെ പന്തപ്പള്ളി ഖബർസ്ഥാനിലെ ഖബറാളികൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാരെ പലരും മരണപ്പെട്ടു പോയി അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ പലരും മരണപ്പെട്ടു പോയി റബ്ബേ. ഈ മജ്ലിസിലിരിക്കുന്നവരുടെ ഉമ്മയും ഖബറിലാണ്, ബാപ്പയും ഖബറിലാണ്, വലിയുപ്പ ഖബറിലാണ്, വലിയുമ്മ ഖബറിലാണ്. ഞങ്ങളെ കാണാത്ത എത്രയോ ഉമ്മാമ്മമാരുണ്ട്. എന്റെ ഉമ്മയുടെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയിട്ടുണ്ട്. എന്റെ ഉപ്പയുടെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എത്ര ആളുകളാണ്. എന്റെ ഉമ്മാന്റെ ആങ്ങള അമ്മോനെ മരണപ്പെട്ടിട്ടുണ്ട്, വിദേശത്താണ് ഖബറുള്ളത്. അങ്ങനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാതാപിതാക്കളെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ, അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ പലരും മരിച്ചുപോയി. മറക്കാൻ പറ്റൂല റബ്ബേ. അറിവിന്നിലാവുന്ന ആത്മീയ മജ്ലിസിനെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇരിക്കുന്ന ഉമ്മമാരുടെ, ഇരിക്കുന്ന ബാപ്പമാരുടെ വേണ്ടപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ് റഹ്മാനെ. 921ാമത്തെ മജ്ലിസാണ് അല്ലാ. ഈ മജ്ലിസ് കേട്ടിരുന്ന കണ്ടിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരെ ഖബറിടത്തിലേക്കെല്ലാം ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാ.
അതുകൊണ്ട് അറഫാ ദിവസത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മരിച്ചുപോയവരുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് പോണം അറഫാ ദിവസത്തിലെ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. അറഫാ ദിവസത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ സമീപത്ത് നമ്മളൊന്ന് പോവണേ. അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ദുആരിക്കണം, എന്റെ ഉമ്മച്ചിക്ക് പൊറുക്കണേ അല്ലാ, എന്റെ ബാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ പൊറുക്ക് റബ്ബേ, എന്റെ മക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ സഹോദരന് സഹോദരിക്ക് പൊറുക്കണം അല്ലാ, എന്റെ ഉപ്പമാരെ ചെറുപ്പക്കാരെ, നാട്ടിലെ നാളെ അറഫ വരുമ്പോ ആ അറഫാ ദിവസത്തിൽ നോമ്പെടുക്കാൻ മനസ്സുകൊണ്ട് കരുതിയവരാ നമ്മള്. അൽഹംദുലില്ലാഹ്, നാളെ പള്ളിപ്പറമ്പിൽ പോയിട്ട് ഉമ്മാക്ക് നിങ്ങളെ സലാം പറയാ മറന്നു പോവരുതേ. നാളെ ഇൻഷാ അല്ലാഹ് പവിത്രമായ അറഫാ ദിവസത്തില് മരണപ്പെട്ടുപോയ ഉമ്മാന്റെ ബാപ്പാന്റെ ഖബറിന്റെ സമീപത്ത് പോവാ മറക്കല്ലേ, മറക്കല്ലേ. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് വയോമു യഅ്തികു മിൻ നാരി ജഹന്നം. നബി മുഹമ്മദ് മുസ്തഫ നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫാ ദിവസം. അതുകൊണ്ട് ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പൊന്നുമോനെ നിന്നെക്കാള് ആരുമില്ല അർഹരാ ഖബറിന്റെ സമീപത്ത് പോയി പറയാനെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് അതിന് ഏറ്റവും അർഹരെ. മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഉപ്പാന്റെ മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം നമ്മൾ പോവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ മക്കളെ നിങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് മരണപ്പെട്ടു പോയ ഖബറിന്റെ സമീപത്ത് പോയി ദുആരിക്കാൻ നിങ്ങൾ പറഞ്ഞു വിടോ. നാളത്തെ ദിവസം നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിടും. നിങ്ങളെ ഇക്കാനോട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ, നിങ്ങൾ ഇക്കാനോട് നിങ്ങൾ പറയണം, അറഫ ദിവസമാണ്, അറഫ ദിവസം നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു ആളുകൾ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ മോചിപ്പിക്കുന്ന ദിവസമാണ്. നിങ്ങള് ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് പോയിട്ട് ഒരു ഫാത്തിഹ ഓതി വരി, ഉപ്പാന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഒരു ഫാത്തിഹ ഓതി വരി. നാളെ നിങ്ങൾ പറഞ്ഞു തയ്യാറാണോ? അപ്പൊ നമ്മള് അവിടെ ചെലവില് അപ്പോഴും ലാഭിക്കും. അതിപ്പോ മറ്റന്നാള് ഇപ്പൊ ഏതായാലും പോണം, മറ്റന്നാള് രാവിലെ പോണം, മറ്റന്നാള് അപ്പടി ചെയ്യാം, ഏതായാലും പെരുന്നാൾക്ക് പള്ളിയിൽ പോകാം. അപ്പൊ പോകുമ്പോ അവിടെ പോയിട്ട് സിയാർത്ത് ചെയ്യാം. അങ്ങനെയല്ല പെരുന്നാളിന് പോകണം, അത് വേറെ, ഇത് വലിയനാക്ക് പിന്നെ എല്ലാരും എന്തായാലും പോകും. ഉദിയത്തൊക്കെ നാട്ടില് ഉദിയത്തൊക്കെ അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം കബൂലാക്കി. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഉദിയത്തൊക്കെ അൽഹംദുലില്ലാഹ്, അപ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഏതായാലും പെരുന്നാൾക്ക് പള്ളിയിൽ പോകണം. അന്ന് നമ്മൾ ഏതായാലും ദുആയിരിക്കും, ഖബറിങ്ങ പോയി ദുആയിരിക്കും. നാളെ അറഫാ ദിവസമാണ്, നാളെ പോവാൻ റെഡി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് പറയും പോവുകയില്ലേ? പറഞ്ഞു വിടണം കേട്ടോ. നിങ്ങളെ മക്കളെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അറഫാ ദിവസം മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ സമീപത്ത് ഇൻഷാ അല്ലാഹ് മക്കളെ പറഞ്ഞു വിടാ ദ്വാരിക്കാൻ വേണ്ടിയിട്ട്. പറ്റുമെങ്കിൽ ഒരു യാസീൻ ഓതുക. യാസീൻ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വീട്ടിൽ നിന്ന് ഓതുമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, ഇല്ലെങ്കിൽ മക്കളെയോ പേരമക്കളെയോ ഖബറിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് അവരോട് മരിച്ചുപോയവർക്ക് വേണ്ടി, പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മാനെ ബാപ്പാനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയാം. മറക്കരുത്, അത് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെയോ വയഅ്തിക മിൻ നാരി ജഹന്നം, അത് നമ്മൾ പറഞ്ഞല്ലോ.
ഇനി മറ്റൊരു പ്രത്യേകത, അറഫയുടെ മറ്റൊരു പ്രത്യേകത, അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന്. അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ്. കണ്ടോ മലക്കുകളെ, എന്റെ അടിമകളെ നോക്കൂ. അറഫാ മൈതാനിയിൽ സംഗമിച്ച പാൽക്കടൽ പോലെ സംഗമിച്ച അറഫാ മൈതാനിയെ നിങ്ങളൊന്ന് നോക്കൂ മലക്കുകളെ. ആ അറഫ എന്ന പുണ്യഭൂമിയിലേക്ക് നിങ്ങൾ നോക്കൂ മലക്കുകളെ. പാൽക്കടൽ പോലെ ഒരേ ഒരു വസ്ത്രം ധരിച്ച്, വ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല. പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനും മുതലാളിയും തൊഴിലാളിയും സാധാരണക്കാരനും പണ്ഡിതനും അല്ലാഹുവേ രാജാവും പ്രജയും ഒരുപോലെ. അല്ലാ വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ല, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. അല്ലാ എല്ലാവരും ഒരുപോലെ ഒരേ വസ്ത്രം ധരിച്ച് പാൽക്കടലായി നിൽക്കുന്ന പവിത്രമായ അറഫ, ആ അറഫയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ മലക്കുകളെ എന്ന് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് യൗമു അറഫ. തീർന്നിട്ടില്ല മുഅ്മിനീങ്ങളെ. ആ അറഫാ ദിവസത്തിൽ നോമ്പെടുക്കുന്നതാരാ? ആ അറഫാ ദിവസത്തിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതാരാ? ആ അറഫാ ദിവസത്തിൽ സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതാരാ? അവരെ കുറിച്ചിട്ട് അല്ലാഹു മലക്കുകളോട് പറയാണ്, കണ്ടില്ലേ മലക്കുകളെ, കള്ളുകുടിച്ച് നടന്നവനാണ്, തെറ്റ് ചെയ്ത് നടന്നവനാണ്. അല്ലാഹുവേ അറഫാ ദിവസത്തിൽ അവൻ തൗബ ചെയ്ത് നന്നായത് നിങ്ങളെ കണ്ടില്ലേ? അവൻ നിസ്കാരം തുടങ്ങിയല്ലോ, അവൻ നോമ്പ് തുടങ്ങിയല്ലോ, അവൻ സൽക്കർമ്മം തുടങ്ങിയല്ലോ മലക്കുകളെ. അല്ലാഹുവേ അറഫാ ദിവസത്തിൽ ഇബാദത്തുമായി റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചിട്ട് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുമെന്ന് മുത്തു റസൂലുള്ള പഠിപ്പിക്കുമ്പോ, എന്നെ കുറിച്ചിട്ട് അല്ലാഹു അഭിമാനം പറയണം, നിങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു അഭിമാനം പറയണം. അതുകൊണ്ട് അറഫാ ദിവസം വിവാദത്തിന് വേണ്ടി സൽക്കർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്. പിന്നെയും ഒരു പ്രതിഫലമുണ്ട്. എന്താണ് അറഫാ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത? ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി, പിശാച് ശക്തമായിട്ട് പൊട്ടിക്കരയുന്ന ദിവസമാണ് അറഫാ ദിവസം. എങ്ങനെ? അത് പ്രധാനപ്പെട്ടൊരു ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി ശക്തമായി പൊട്ടിക്കരയുന്ന ഒരു ദിവസമാണ്. ഏത് ദിവസം? അറഫാ ദിവസം. ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി പല സമയത്തും കരയും. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി കരയും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കരയും. ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി കരയും. ഖുർആൻ ഓതുന്ന സമയത്ത് ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി കരയും. അങ്ങനെയാണ് പല സമയങ്ങളിൽ ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി കരയും. പക്ഷേ ശക്തമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു സമയമുണ്ട്. അതേത് സമയം? ഏത് സമയം? അറഫയുടെ ദിവസം. അറഫാ ദിവസത്തിൽ ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി പൊട്ടി ഇലിമ്പിനായി പോകുന്നതാണ്. കാരണം എന്താ? ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി പണിയൊക്കെ എടുത്തിട്ട്, അതുകൊണ്ടാണല്ലോ ജംറയിൽ എറിയലുണ്ടല്ലോ, ഇബ്ലീസിനെ എറിയലോ പിശാചിനെ ഹജ്ജിന്റെ ഇടയിൽ. ഈ പണിയൊക്കെ എടുത്തിട്ട് അല്ലാ ഇന്നെ കൊണ്ട് ഇവരെ വഴി പഴപ്പിക്കാൻ പറ്റുന്നില്ല. അറഫാ ദിവസം ഒരു തൗബ ചെയ്ത് മടങ്ങിയല്ലോ. വൈകുന്നേരം വരെ വെള്ളം മുക്കിയിട്ട് അവസാനം കടട്ട് ഒലക്കാന്ന് പറയും പോലെ, കലട്ടുകാണ്ട് ഉടക്കാന്ന് പറയും പോലെ, ഇത്രയും പണിയെടുത്തിട്ട് അറഫാ ദിവസം വന്നപ്പോൾ ഒരു തൗബ ചെയ്ത് മടങ്ങിയല്ലോ. ഇബ്ലീസ് അങ്ങ് കരയാൻ തുടങ്ങും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് അറഫാ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പവിത്രമായ അറഫയിൽ നടത്തിയ പ്രഭാഷണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയുടെ പവിത്രമായ രാവിൽ നടത്തിയ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം എന്താണ്, അതിന്റെ വിഷയം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറഫാ മൈതാനിയിൽ സംഗമിച്ച മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹുവേ ആ അറഫയുടെ മണ്ണിൽ സംഗമിച്ച പ്രിയപ്പെട്ടവരോട് നടത്തിയ അവസാനത്തെ ഒരു പ്രഭാഷണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബിയുടെ അറഫാ പ്രഭാഷണമെന്ന് ലോകത്തെ മനുഷ്യാവകാശ നിയമം വന്നത് മനുഷ്യർക്ക് അല്ലാഹുവേ ഈ ലോകത്തെ മനുഷ്യന് വില കൽപ്പിക്കണം, മനുഷ്യനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നൽകണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫാ പ്രഭാഷണത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുത്തു റസൂലുള്ളാഹിനെ നിന്ദിക്കാനോ മുത്തു റസൂലുള്ളാഹിനെ കൊച്ചാക്കാനോ മുത്തു റസൂലുള്ളാഹിനെ പരിഹസിക്കാനോ മുത്ത് ഹബീബിനോടുള്ള സ്നേഹം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോകൂല. കാരണം അറഫാ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് ആയിരക്കണക്കിന് സ്വഹാബത്തിന് വിശ്വാസി ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് മുത്ത് റസൂലുള്ളാഹി പറയാ ഉസീകും ഇബാദല്ലാഹ് ബിതഖ്വല്ലാഹ്. പാൽക്കടൽ പോലെ പരന്നു കിടക്കുന്ന അറഫാ മൈതാനിയിൽ തടിച്ചുകൂടിയ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പ്രഭാഷണം നടത്തുകയാണ്. ഉസീകും ഇബാദല്ലാഹ് ബിതഖ്വല്ലാഹ്. നിങ്ങൾ തെക്കവയുള്ളവരാവണേ മനുഷ്യരെ, നിങ്ങൾ തെക്കവയുള്ളവരാവണേ, നിങ്ങളെ ഭക്തിയുള്ളവരാവണേ, നിങ്ങൾ നന്മയുടെ പാതയിൽ ചലിക്കണേ. ഉസീകും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ്. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹി പ്രഭാഷണത്തിൽ പറയുകയാണ്, ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് നമ്മളിനെ കണ്ടുമുട്ടോ എന്ന് നമുക്കറിയൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഈ വർഷത്തിന് ശേഷം ഇനി ഇങ്ങനെ ഒരു സംഗമം നമ്മളുണ്ടോ എന്ന് അറിയൂല. ഇനി ഇങ്ങനെ ഒന്ന് പ്രഭാഷണം നടത്താനോ, ഇനി ഇങ്ങനെ ഈ അറഫയിലൊന്ന് സംഗമിച്ചിട്ട് നമുക്ക് പരസ്പരമൊന്ന് കണ്ടുമുട്ടാനോ കഴിയോ എന്ന് നമുക്കറിയൂല. അല്ലാഹുവേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാന്മാരായ സ്വഹാബത്തിനോടും അവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അറഫാ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹി പറയാണ്, മനുഷ്യരെ അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ വിളിച്ചുകൊണ്ടാ മുത്ത് റസൂലുള്ളാഹി പറയുന്നത്. അറഫാ മൈതാനിയിൽ തടിച്ചുകൂടിയ ജനസാഗരങ്ങളോട് മുത്ത് റസൂലുള്ളാഹി പ്രഭാഷണം നടത്തുമ്പോ അവിടുന്ന് മുത്തുനബി ഉപയോഗിച്ച പദമേതാണ്? അയ്യുഹന്നാസ്. അവിടെ ഒരുമിച്ച് കൂടിയവരെ മാത്രമല്ല, ലോകത്തിന് ആരെല്ലാം വരാനുണ്ടോ, ലോകത്തിന് ആരെല്ലാം വരാനുണ്ടോ ആ വരാനുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് അറഫാ മൈതാനിൽ വെച്ച് പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും അലൈക്കും ഹറാം. നിങ്ങളെ പരസ്പരം കൊലപാതകങ്ങൾ നടത്തരുതേ മനുഷ്യരെ, നിങ്ങളെ പരസ്പരോ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്തരുതേ മനുഷ്യരെ, നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുക്കരുതേ മനുഷ്യരെ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളെ കൊണ്ട് മത്സരിക്കരുതേ മനുഷ്യരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും അലൈക്കും ഹറാം.
പരസ്പരമുള്ള കൊലപാതകങ്ങളെ പാടില്ല. പരസ്പരം നിങ്ങൾ ആക്രമിക്കരുതേ. രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവരുത്. അറഫാ മൈതാനിയിൽ ശാന്തമായി നിൽക്കുന്ന ജനസാഗരങ്ങളെ സാക്ഷിയാക്കി മുത്തു റസൂലുള്ളാഹിന്റെ പ്രഭാഷണമാണ്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അറിയണം. നമ്മൾ ആ ഹബീബിന്റെ പിൻഗാമികളാണ്. ഹബീബായ തങ്ങളുടെ ഉമ്മത്താണ്. അതിനെ പിൻപറ്റി ജീവിക്കേണ്ടവരാണ് നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് മാത്രമല്ല ഇലാ യൗമിൽ ഖിയാമ വരെ ഈ ഭൂമി ലോകത്തിൽ അവസാനത്തെ മനുഷ്യനും അവസാനിച്ചു പോകുന്നത് വരെ ആരെല്ലാം ഇവിടെ വരാനുണ്ടോ അവരോടെല്ലാവരോടുമാണ് മുത്തു റസൂലുള്ളാഹിന്റെ ഈ പ്രഖ്യാപനം. ഒരിക്കലും തന്നെ പരസ്പരം നിങ്ങളെ കൊലപാതകത്തിലേക്ക് പോവാൻ പാടില്ല. പരസ്പരം നിങ്ങളെ ശരീരം വേദനിപ്പിക്കാൻ പാടില്ല. ഒരു അടിപിടിക്കോ ഒരു തല്ലിനോ ഒരു പ്രശ്നത്തിനോ നിങ്ങൾ പോവാൻ പാടില്ല. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന്റെ അകത്ത് വൈരാഗ്യം കൊണ്ട് നടക്കാൻ പാടില്ല. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കാൻ പാടില്ല. അവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ചിന്ത നിങ്ങളെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അറഫാ മൈതാനിൽ വെച്ച് അള്ളാന്റെ ഹബീബ് ലോകത്തോട് അതിസംബോധന ചെയ്യുകയാണ്. അംവാലക്കും നിങ്ങൾ മറ്റുള്ളവന്റെ മുതൽ തട്ടിയെടുക്കരുത്. മറ്റൊരാൾ കരകതപ്പെട്ടത് നിങ്ങൾ തട്ടിയെടുക്കരുത്. മോഷണം ചെയ്യാൻ പാടില്ല. മോഷണം ചെയ്യാൻ പാടില്ല. ഒരു പിടി മണ്ണെടുക്കുന്നത് വരെ മറ്റൊരുത്തന്റെ അനുവാദമില്ലാതെ എടുക്കരുത്. ഒരു മുറുക്ക് വെള്ളം കുടിക്കുന്നത് വരെ മറ്റൊരാളെ വെള്ളമാണെങ്കിൽ അനുവാദമില്ലാതെ നിങ്ങൾ കുടിക്കരുതേ. ലോകത്തോട് അറഫാ മൈതാനിൽ വെച്ച് മുത്തു റസൂലുള്ളാഹി അതിസംബോധന ചെയ്യുകയാണ്. അംവാലക്കും നിങ്ങൾ മുതൽ മറ്റുള്ളവരത് കട്ടെടുക്കരുത്. ഒരാൾ കരകതപ്പെട്ടരുത് നിങ്ങൾ അധീനപ്പെടുത്താൻ പാടില്ല. മറ്റൊരാളെ സ്ഥലത്ത് നിന്ന് ഒരു സെന്റ് പോയിട്ട് ഒരു പിടിമണ്ണ് പോലും നിങ്ങളെ സ്ഥലത്തേക്ക് അനുവാദമില്ലാതെ വരാൻ പാടില്ല. അല്ലാഹ് കടം വാങ്ങിയാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണേ. അത് തിരിച്ചു കൊടുക്കാത്ത കാലത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ മുതലെടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കാൻ പാടില്ല. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളെ ഒരിക്കലും തന്നെ ഒരു സമ്പത്ത് പോലും ഹറാമായതൊരു നാണയത്തൊട്ട് പോലും നിങ്ങളെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരത് നിങ്ങളെ കൊണ്ടുവരാൻ പാടില്ല. എന്നിട്ട് ആരംഭ റസൂലുള്ളാഹി വീണ്ടും പറയുകയാ, വഅറാലക്കും അലൈക്കും ഹറാം, വഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളെ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു മൗനാനുവാദമോ നിങ്ങളുടെ സമീപത്തിൽ നിന്ന് മറ്റൊരാളുടെ അഭിമാനത്തിന് കേടുവരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ജനങ്ങളെ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അറഫാ മൈതാനിൽ വെച്ച് ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ മാനവകുലത്തിന് മറക്കാൻ പറ്റാത്ത പ്രഖ്യാപനമാ. കണ്ടുപഠിക്കട്ടെ. ആരംഭ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവരെ പ്രഭാഷണങ്ങളെ കണ്ടുപഠിക്കട്ടെ. മുത്തു റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവരെ, മുത്തു റസൂലുള്ളാഹിനെ കളിയാക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ ദീനിനെ അറിയാതെ പരിഹസിക്കുന്നവരെ ആരംഭ റസൂലുള്ളാഹി അറഫാ മൈതാനിൽ വെച്ച് മുത്തു നബിക്കറിയാം ഇത് അവസാനത്തെ പ്രഭാഷണമാണ്. ഇത് അവസാനത്തെ പ്രഭാഷണമാണ്. അത് പ്രഭാഷണത്തിൽ
പ്രഭാഷണത്തിൽ വെച്ച് തന്നെ ആരംഭ റസൂലുള്ള ക്ലൂ നൽകിയതാണ്. ആ അവസാന പ്രഭാഷണത്തിൽ ജനങ്ങളെ വേണമെങ്കിൽ പലതും പറഞ്ഞ് ധരിപ്പിക്കാമല്ലോ, പക്ഷെ അതൊന്നും ചെയ്യാതെ മുത്തു റസൂലുള്ള പറഞ്ഞത് വഅറാലക്കും, നിങ്ങൾ പരസ്പരം അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ. ഒരാളെയും നിങ്ങൾ തമാശക്ക് പോലും കളിയാക്കരുതേ ജനങ്ങളെ. ഇത് മുത്തു റസൂലുള്ള പറയുന്നത് അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടാണ്, മുസ്ലിമീങ്ങളോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമല്ല, മുഴുവൻ ജനങ്ങളോടും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരാളെയും നിങ്ങളെ കളിയാക്കാൻ പോവല്ല, ഒരാളെയും നിങ്ങളെ പരിഹസിക്കാൻ പോവല്ലേ, ഒരാളെയും നിങ്ങളെ ചെറുതാക്കാൻ പോവല്ലേ. ഒരാളുടെ അഭിമാനം, ഒരാളുടെ സ്റ്റാറ്റസ്, ഒരാളുടെ വില, ഒരാളുടെ പവറ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ അവനെ നിന്ദ്യനാക്കരുത്. അവന്റെ ന്യൂനതകൾ പറഞ്ഞ്, അവന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട്, അവന്റെ കുറവുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ അറിയിച്ചിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ നിന്ദ്യമാക്കില്ല. വഅറാലക്കും അലൈക്കും ഹറാം, പരസ്പരം നിങ്ങളെ നിന്ദ്യമാക്കി കഴിഞ്ഞാൽ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങളെ കണ്ടുമുട്ടേണ്ടവരാണ്. നിങ്ങളെ കളിയാക്കിയാൽ അല്ലാഹ് വെറുതെ വിടുമെന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ പരിഹസിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് നിങ്ങളെ വെറുതെ വിടുമെന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്ന് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടിയേക്കാം, ഇവിടെ നിന്ന് ഒരുപാട് ആളുകളെ കിട്ടിയേക്കാം, ഇവിടെ നിന്ന് ഒരുപാട് കേൾവിക്കാരെ കിട്ടിയേക്കാം, ഇവിടെ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളെ കിട്ടിയേക്കാം. പക്ഷേ അവരെല്ലാം സ്വന്തം കാര്യങ്ങൾ നോക്കി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ലോകമാണ് പരലോകം. ആ പരലോകത്തെത്തുമ്പോ നിങ്ങളെ കൈകടിക്കേണ്ടി വരും കേട്ടോ. ഒരാളെ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരാളെ കുറവും കുറ്റവും നമ്മളെ പറഞ്ഞു നടന്നാൽ അവനോട് നമ്മളെ മാപ്പ് ചോദിക്കാതെ അല്ലാഹു നമുക്ക് മാപ്പ് തരൂല്ല. അതുകൊണ്ട് ആരെയും നമ്മളെ കുറ്റം പറയാൻ പോവരുത്. അവൻ ചെയ്യുന്ന തെറ്റുകൾ, അവന്റെ അടുക്കലുള്ള ന്യൂനതകൾ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയാൻ നമുക്ക് അല്ലാഹു ഒരിക്കലും അവകാശം തന്നിട്ടില്ല. ആരംഭ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അതാണ്. മതത്തിന്റെ പേരിലോ വിഭാഗീയത്തിന്റെ പേരിലോ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാനേ പാടില്ല. അല്ലാഹ് ഞങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാക്കണേ റഹ്മാനെ, നല്ല സ്വഭാവമാക്കണേ റഹ്മാനെ. വഅറാലക്കും അലൈക്കും ഹറാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കണേ. മുത്ത് റസൂലുള്ള പറയുകയാണ്, ഇത് എന്നോട് നിങ്ങളോടുമുള്ള വാക്കാ. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നമ്മളെ മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്, നമ്മളെ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ മുത്തുനബിയുടെ പവിത്രമായ സുന്നത്തിനെ പിൻപറ്റുന്ന സുന്നികളാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയരുതേ സ്വഹാബാ. ജനങ്ങളെ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയരുതേ ജനങ്ങളെ. തെറ്റി നിൽക്കരുത് ജനങ്ങളെ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാതെ, പരസ്പരം ഒന്ന് കല്യാണമുണ്ടാകുമ്പോ അങ്ങോട്ട് പറയാതെ, വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോ അവരെ മാത്രം മനഃപൂർവ്വം മാറ്റി നിർത്തുന്നൊരു സ്വഭാവം. സ്വത്ത് തർക്കത്തിന്റെ പേരിലാവാം, പല പ്രശ്നത്തിന്റെ പേരിലാവാം. പക്ഷേ 3 ദിവസത്തിനപ്പുറം നിങ്ങൾ ഒരാളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. 3 ദിവസത്തിനപ്പുറം നിങ്ങൾ ഒരാളോട് തെറ്റി നിൽക്കാൻ പാടില്ല. മുത്തുനബിയുടെ അറഫാ പ്രഭാഷണം എന്ന വിഷയം കേൾക്കുന്ന എന്റെ അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് സ്നേഹത്തോടെ വീണ്ടും വീണ്ടും ഉസ്താദിനെ ഓർമ്മപ്പെടുത്താറുള്ളതാണ്. നിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കരുത് കേട്ടോ, നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കരുത് കേട്ടോ.
നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കരുത് കേട്ടോ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ, ഇനി നമുക്കൊന്ന് പൊരുത്തപ്പെടിച്ചുകൂടെ, ഇനി നമുക്ക് മക്കളോടൊന്ന് മിണ്ടിക്കൂടെ, ഇനി ഉമ്മാനോടൊന്ന് സലാം പറഞ്ഞൂടെ. ഉമ്മയില്ലാത്ത ലോകം എങ്ങനെയാ ചെറുപ്പക്കാരാ നിങ്ങളെ കൊണ്ട് നടക്കാൻ കഴിയുന്നത്? ഉമ്മയുണ്ടായിട്ടും ഉമ്മയെ മാറ്റി നിർത്തിയവരെ, ബാപ്പയുണ്ടായിട്ട് ബാപ്പയെ മാറ്റി നിർത്തിയവരെ, മക്കളുണ്ടായിട്ട് മക്കളെ മാറ്റി നിർത്തിയവരെ, ഭാര്യയുണ്ടായിട്ട് ഭാര്യയെ മാറ്റി നിർത്തിയവരെ, ഭർത്താവുണ്ടായിട്ട് ഭർത്താവിനെ വഞ്ചിച്ചവളെ. അല്ലാഹുവേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും തെറ്റുകളാണ്, പ്രശ്നങ്ങളാണ്, പരസ്പരം ചീത്ത പറച്ചിലാണ്, കുറ്റപ്പെടുത്തലാണ്, തെറ്റിദ്ധാരണകളാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് വിരുന്നുകാരായി വന്ന നമ്മള് എന്നാണ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതെന്ന് അറിയാൻ കഴിയാത്ത നമ്മള് അല്ലാഹ് രാത്രി AC ഓൺ ചെയ്ത് കിടന്നുറങ്ങുന്ന നമ്മളെ രാവിലെ ആകും അത് ഓഫ് ചെയ്യാൻ നമുക്ക് എഴുന്നേൽക്കാൻ നമ്മളുണ്ടാകുന്ന ഉറപ്പില്ലാത്ത നമ്മള് അല്ലാഹുവേ, ഇന്ന് കിടന്നുറങ്ങിയ നമ്മള് നാളെ എഴുന്നേൽക്കുമെന്ന് പറയാൻ പറ്റോ നമുക്ക്? ഇന്ന് നാളെ നാട്ടിലെ അറഫാ ദിവസമാണ്. നാളെ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റോ നമുക്ക്? കഴിഞ്ഞ അറഫാ ദിവസത്തില് നമ്മളെ കൂടെയുള്ളവരൊക്കെ എവിടെ? പലരും മരിച്ചു പോയില്ലേ, പലരും മരിച്ചു പോയില്ലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ പിണക്കങ്ങളൊക്കെ എന്ത് സമ്പാദിച്ചു കൂട്ടുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഈ പിണങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാ പ്രിയപ്പെട്ടവരെ? കല്യാണത്തിന് ഒരു കൂട്ടരെ വിളിച്ചിട്ട് ഒരു കൂട്ടരെ വിളിക്കാതെ, സൽക്കാരത്തിന് ഒരു കൂട്ടരെ വിളിച്ചിട്ട് ഒരു കൂട്ടരെ വിളിക്കാതെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്ന ചണ്ടിത്തരം ചെയ്യുന്ന സ്വഭാവം അത് അവസാനിപ്പിക്കണേ. പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് പറഞ്ഞതാണ്, തെറ്റുകളൊക്കെ മനുഷ്യന് പറഞ്ഞതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മനുഷ്യനാണോ പിഴവുകൾ വന്നേക്കാം, മനുഷ്യനാണോ പ്രശ്നങ്ങൾ വന്നേക്കാം, മനുഷ്യനാണോ ചീത്ത പറച്ചിൽ സ്വാഭാവികമാണ്, മനുഷ്യനാണോ പിണക്കങ്ങൾ വന്നേക്കാം. പക്ഷേ ഇതൊന്നും നീണ്ടുപോവാൻ പാടില്ല, മരണം വരെ നീണ്ടുപോവാൻ പാടില്ല. പരസ്പരം സലാം പറഞ്ഞ് നിങ്ങളെ ഇണങ്ങണേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സന്തോഷങ്ങളെ പങ്കുവെക്കണേ. ഇനി ബലിപെരുന്നാളല്ലേ കടന്നു വരുന്നത്, പവിത്രമായ ബലിപെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന്റെ ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ട് സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചിട്ട് അൽഹംദുലില്ലാഹ് റബ്ബേ, പിണങ്ങിയത് പിണങ്ങിയല്ല. മുത്തുനബിയുടെ അറഫാ പ്രഭാഷണം നെഞ്ചിലേറ്റിയ ഒരാളും പിണങ്ങിക്കഴിയൂല. മുത്തുനബിയുടെ അറഫാ പ്രഭാഷണം നെഞ്ചിലേറ്റിയ ഒരാളും മറ്റൊരാളുടെ സ്വത്തെടുക്കൂല. മുത്ത് ഹബീബിന്റെ അറഫാ പ്രഭാഷണം മനസ്സിന്റെ അകത്ത് മാണിക്യം പോലെ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ അപവാദം പറയാ മനസ്സ് വരൂല, മറ്റൊരാളെ ചീത്ത പറയാ മനസ്സ് വരൂല, മറ്റൊരാളെ കുറവാക്കി പറയാ മനസ്സ് വരൂല, മറ്റൊരാളെ കളിയാക്കാനോ അതിന് ലൈക്കടിക്കാനോ അത് ഷെയർ ചെയ്യാനോ അതിന് സപ്പോർട്ട് നിൽക്കാനോ മനസ്സ് വരൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കാൻ പാടില്ല. അറിവിന്ദിലാവ് കുടുംബങ്ങളെ തീരുമാനിക്കുക, അറിവിന്ദിലാവിന്റെ സഹോദര സഹോദരിമാരെ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് പിണക്കമില്ല റബ്ബേ, ഇനി എനിക്ക് പ്രശ്നമില്ല റബ്ബേ, ഇനി എന്റെ ഉമ്മാനോട് ഞാൻ സലാം പറയാൻ പോവാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാരെ അവരുടെ ഉമ്മയിൽ നിന്ന് ബാപ്പയിൽ നിന്ന് അകന്നു കഴിയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്ന് ഉസ്താദ് പറയുന്നില്ല, പക്ഷേ അങ്ങനത്തെ സ്വഭാവമുള്ളവരുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയവരില്ലേ?
ജ്യേഷ്ഠ സഹോദരിമാരിൽ നിന്ന് ഭർത്താവിന് സ്വന്തം കാര്യമെന്ന് പറഞ്ഞ് ചൈനാ മതില് പോലെ മതില് കെട്ടിയിട്ട് അതിന്റെ അകത്ത് സുഖജീവിതം നയിക്കുന്നവരില്ലേ? അവർക്ക് മറ്റു കുടുംബങ്ങള് വേണ്ട, അവർക്ക് ജ്യേഷ്ഠ സഹോദരങ്ങള് വേണ്ട, അവർക്ക് ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട. അങ്ങനെയാവരുത് മോളെ. നമ്മളെ വീട്ടിലെ മരുമക്കൾ എന്നതിനപ്പുറോ ഒരു വെളിച്ചമായ മരുമകളായി നമ്മൾ മാറണോ? നമ്മളെ വീട്ടിലെ മരുമക്കളല്ല, മക്കളെ പോലെയാവണോ? നമ്മൾ ആ വീട്ടിൽ വന്നതോടോളം മറ്റുള്ളവരെ നിസ്കാരം തുടങ്ങണോ? നമ്മൾ ആ വീട്ടിൽ വന്നതോടുകൂടി വീടിനൊരു വെളിച്ചം വരണോ? നമ്മൾ ആ വീട്ടിൽ വന്നതോടുകൂടി വരാത്തവരൊക്കെ വീട്ടിൽ വരണോ? ഇതുവരെ നിങ്ങളെ കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട്ടുകാരോട് ആരൊക്കെ പിണക്കത്തിലായിരുന്നു? നിങ്ങൾ കാരണം ആ വീട്ടിലേക്ക് പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ളവരെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നൊരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നേരെ തിരിച്ചും പറയാനുണ്ട്. മരുമക്കൾക്കിടയിൽ പല കണ്ണുകളെ കൊണ്ട് കാണുന്ന ഉമ്മയും ബാപ്പയുണ്ട്. ഒന്നാമത്തെ മരുമകളെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ രണ്ടാമത്തോളെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ മൂന്നാമത്തോളെ മാറ്റി നിർത്തിയിട്ട് പാടില്ല. എല്ലാ മരുമക്കളെയും ഒരേപോലെ സ്നേഹിക്കണം, എല്ലാ മരുമക്കളോടും ഒരേപോലെ ഇടപെടണം, എല്ലാ മരുമക്കളോടും സ്നേഹം കൊടുക്കണം. ഒരു മരുമക്കളെയും നമ്മൾ മാറ്റി നിർത്തരുത്. അവരുടെ തെറ്റ് വന്നേക്കാം, അവരുടെ വാക്കുകളിൽ ഏറിയേക്കാം. അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾ അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഈ പെരുന്നാളോടുകൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് അള്ളാന്റെ ഹബീബിന്റെ അറഫാ പ്രഭാഷണം മുൻനിർത്തിയിട്ട് പറയുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. ഇനി ഉസ്താദ് ഞങ്ങളെ പറഞ്ഞു, അങ്ങനെ ഒരു ഉമ്മയും ഒരു ഉപ്പയും കരുതരുത്. മൊത്തത്തിൽ പറഞ്ഞതാണ്. എത്ര ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയാറുണ്ട്. പരസ്പരം മിണ്ടൂല, കല്യാണത്തിന് വിളിക്കൂല, സലാം പറയൂല, പരസ്പരം പെരുന്നാക്കൊക്കെ പോയിട്ട് കാലം കുറേയായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഈ പെരുന്നാളോട് കൂടെ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഒരു മാറ്റം വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിലേക്കില്ലെങ്കിൽ ഒരു സലാമൊക്കെ വിട്ടിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അൽഹംദുലില്ലാഹ് സന്തോഷം പറയാം. അതൊക്കെയല്ലേ നമ്മൾ വേണ്ടത്. അതൊക്കെയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ടോ പിന്നെ അവസാനം മുത്തുനബിയുടെ അറഫാ പ്രഭാഷണം നീണ്ട പ്രഭാഷണമാണ്. മുഴുവൻ ഓരോന്ന് വിശദീകരിക്കാനുണ്ട്. സമയം കുറവാണ്. മാത്രമല്ല ഇന്ന് നോമ്പാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഇവിടെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പൊ 3:15 7:15 നാട്ടിലെ 7:15 8:15 നിങ്ങളെ ഞാൻ നിർത്താണ്. നാട്ടിലെ 8:15 ഇവിടെ നോമ്പറക്കാൻ പറ്റുള്ളൂ. 8:15 ഞാൻ നിർത്തുക. ഞാൻ 5:00 വേറെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കാണ്ട് അല്ലേ? നാട്ടിലെ 8:15 ആവണമെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്ഷീണമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയണം. അടുത്ത പോയിന്റ് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് അവസാനം പറയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കരുത്. അതൊക്കെ എഴുതിയെടുക്കണം. ഇനി എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാണ്, എന്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കരുത്. എനിക്ക് വീണ്ടും പറയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുക. ഈ പെരുന്നാളിന് പിണക്കൊക്കെ മാറ്റണം. ഓക്കെ അല്ലേ? ഈ പെരുന്നാളിന് എല്ലായിടത്തും പോണം എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും പോവാന്ന് പറഞ്ഞാല് ഇതുവരെ പോവാത്തവർക്കൊക്കെ പോകണം. അതിപ്പോ എവിടെയാ? ഇതുവരെ പോവാത്ത സ്ഥലം കൊടൈക്കനാല് പോവാ. അത് നമ്മള് വേഗം പ്ലാൻ ചെയ്യും. അത് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്യും. മിനി ഊട്ടി പോവാ.
അതൊക്കെ നമുക്ക് പെട്ടെന്ന് പ്ലാന് വരും. പെട്ടെന്ന് നമുക്ക് പ്ലാൻ വരും. അങ്ങനത്തെ പ്ലാനുകളൊക്കെ വരും. ആ പോക്കിനെ കുറിച്ചല്ല പിന്നെ ഇവിടെ പറയണത്. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളില് അവിടെ പോണമെന്നില്ല. മനസ്സിലായോ? പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളില് അവിടെ പോണം. ഇതുവരെ ഉസ്താദ് ഇപ്പൊ ഈ പെരുന്നാൾക്ക് പോവാത്തടത്തൊക്കെ പോകാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാണ് അറിയിക്കാൻ വയ്യ. ഞാണ്ടല്ലോ പോകാൻ വയ്യ. പോകാത്തടത്തൊക്കെ പോകാന്ന് പറഞ്ഞത് എങ്ങോട്ട് പോവാനാ? അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിലേ പിന്നെ ആ തെറ്റി നിൽക്കുന്നവരെ അങ്ങോട്ട് പോണെന്നാ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരോടും പിണങ്ങരുത്, കല്യാണം മുടക്കരുത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കല്യാണം മുടക്കരുത്. കല്യാണം മുടക്കരുത്. സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളുണ്ട് കല്യാണം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കുക. അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അല്ലാഹ് ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയണം. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറയണം, ഫമൻ കാനത് ഇൻദഹു അമാനത്തുൻ, നിങ്ങളെ ഒരാൾ വിശ്വസിച്ച് ഒരു വസ്തു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് നിറവേറ്റിക്കൊള്ളണം. എന്നിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, സ്ത്രീകൾക്ക് നിങ്ങളെ അവരുടേതായ വില നല്ലതുപോലെ നിങ്ങൾ കൽപ്പിക്കണം. അത് വിശദീകരിച്ച് പറയേണ്ടതാണ്. കാരണം എന്താ? ഓലതും നല്ലോണം കേട്ടിരിക്കും. ഓലെ പവറാണ് പറയണം. സ്ത്രീകളെ പവർ, പെണ്ണുങ്ങളെ പവറേ. സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു, ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്. അറഫാ പ്രഭാഷണത്തിൽ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്ത്രീകളോട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ അവരോട് പെരുമാറണം. സ്ത്രീകളോട് നല്ലതുപോലെ പെരുമാറണം. എന്താ പറഞ്ഞത്? സ്ത്രീകളോട് നല്ലതുപോലെ പെരുമാറണം. അവരോട് നമ്മൾ അങ്ങോട്ട് നല്ലതുപോലെ പെരുമാറണം. അവരിങ്ങോട്ട് നല്ലതുപോലെ തന്നെ പെരുമാറുള്ളൂ. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ പെരുമാറണം. ഹബീബ് ഒന്ന് കുറച്ചുകൂടി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട നിങ്ങളെ ഭാര്യമാരോട്, ഒരു മനുഷ്യന്റെ വിജയം അവിടെയാണ്. ഒരു ഭർത്താവിന്റെ വിജയം അവിടെയാണ്. പ്രിയപ്പെട്ട ഭാര്യ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഭർത്താവണം നമ്മളെ. പ്രിയപ്പെട്ട ഭാര്യയെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഭർത്താവായി മാറണം നമ്മളെ. ഭാര്യമാരോട് ദേഷ്യപ്പെടരുത്, ഭാര്യമാരോട് പിണങ്ങി നിൽക്കരുത്, ഭാര്യമാരെ നിങ്ങൾ അടിക്കരുത്, ഭാര്യമാരെ നിങ്ങൾ ചീത്ത പറയരുത്. നേരെ തിരിച്ചും അങ്ങനെയാണ്. ഭർത്താവിനെ അടിക്കരുത്, ഭർത്താവിനോട് ചീത്ത പറയരുത്, ഭർത്താവിനോട് പിണങ്ങി നിൽക്കരുത്. ഇങ്ങനെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹത്തോടെ നിങ്ങൾ കഴിയണമെന്ന് അറഫാ മൈതാനിൽ വെച്ച് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. ഒരു പാലിട്ടാൽ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. സ്ത്രീകളോട് മാത്രം നല്ലേൽക്ക് നിൽക്കുക, അങ്ങനെയല്ല. സ്ത്രീകൾ ഇങ്ങോട്ടും നിൽക്കണം. അത് ഇന്ന് മനസ്സിലാക്കിയെടുക്കണം. സ്ത്രീകൾ ഇങ്ങോട്ടും നല്ലേൽക്കാൻ നിൽക്കണം. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ റാഹത്തോടെ അല്ലേ? പക്ഷെ സ്ത്രീകളെ മാത്രം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എടുത്തു പറഞ്ഞു. അത് ആ സഹോദരിമാർക്ക് ഇസ്ലാം നൽകുന്ന ഒരു പ്രാധാന്യമാണ്. സഹോദരിമാർക്ക് ഇസ്ലാം നൽകുന്ന വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് അറഫാ ദിവസത്തെ മുത്ത് റസൂലുള്ളാഹിന്റെ പ്രഭാഷണമാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇനിയൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല, ഇനിയൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല, ഇനിയൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല.
ഞാൻ അവസാനത്തെ നബിയാണ്, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. എന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ ഇനി വരാനില്ല. ഞാൻ ഈ അറഫാ മൈതാനിൽ വെച്ച് നടത്തിയ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ പഠിക്കണേ, അത് മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് അറഫാ മൈതാനിൽ വെച്ച് അവസാനം പറയുകയാണ്, നിങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണേ, അറിഞ്ഞവരെ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, അറിഞ്ഞവരെ അറിയാത്തവർക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരസ്പരം അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരംഭ റസൂലുള്ളാഹിന്റെ അറഫാ പ്രഭാഷണം എന്തോരം നല്ല മനോഹരമാണ്. മുത്തു റസൂലുള്ളാഹിന്റെ അറഫാ പ്രഭാഷണം എന്തോരം നല്ല സുന്ദരമാണ്. കേട്ടിരിക്കുമല്ലോ, കേൾക്കാൻ വീണ്ടും വീണ് കൊതിക്കുമല്ലോ. അള്ളാന്റെ ഹബീബിന്റെ പ്രഭാഷണം ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു തന്ന അമാനത്താണ് സ്ത്രീകൾ എന്നുള്ളത്. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചു തന്നതാണ്. അവരെ നിങ്ങളെ വേദനിപ്പിക്കരുതേ ജനങ്ങളെ, അവരെ സങ്കടപ്പെടുത്തരുതേ ജനങ്ങളെ. നിങ്ങൾക്ക് അല്ലാഹു തന്ന സന്താനങ്ങളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, ആ മക്കളെ അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന അമാനത്താണ്. ആ മക്കളെ നാമാണ് നിങ്ങൾക്ക് തന്നത്, അല്ലാഹുവാണ് തന്നത്. അത് അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചൊരു അമാനത്താണ്, സ്വത്താണ്. അതിനെ നല്ലതുപോലെ നിങ്ങളെ കൊണ്ട് നടക്കണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവേ, അല്ലാഹു ഏൽപ്പിച്ച ഒരു അമാനത്തല്ലേ, ആ അമാനത്തിനെ കണ്ടതുപോലെ തന്നെ കൊണ്ട് നടക്കണേ. മക്കളെ സ്വാലിഹീങ്ങളാക്കി മാറ്റണം നമ്മളെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന കോഴികളില്ലേ, നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന ആടുകളില്ലേ, നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന പശുക്കളില്ലേ, താറാവും കാടയും മുയലടക്കല്ല വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങള്, അല്ലാഹുവേ അത് അമാനത്താണ്. അവർക്ക് നിങ്ങൾ കൃത്യമായി ഭക്ഷണം കൊടുക്കണേ, അവർക്ക് കൃത്യമായി വെള്ളം കൊടുക്കണേ, അവർക്ക് കൃത്യമായി പുല്ല് കൊടുക്കണേ, അവർക്ക് കൃത്യമായി നിങ്ങളെ പരിചരണങ്ങളെ കൊടുക്കണേ. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കോ, വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്കോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ശുശ്രൂഷിക്കണേ. കോഴിയെപ്പോലും ചീത്ത പറയരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ വലിയ കാരുണ്യത്തിന്റെ കടലാണ് നബിയേ. നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ നല്ലതുപോലെ നിങ്ങൾ കെയർ ചെയ്യണമെന്ന് അറഫാ മൈതാനിൽ വെച്ച് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തന്ന ഉപദേശമാണ്. വീട്ടിലെ പൂച്ചയുണ്ടെങ്കില്, വീട്ടിലെ ആടുണ്ടെങ്കില്, പശുക്കളുണ്ടെങ്കില്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ദീർഘയാത്ര പോവുകയാണെങ്കിൽ വരെ ആ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പട്ടിണിയാവാ പാടില്ല. നമുക്ക് നോമ്പ് നോറ്റാ പട്ടിണി കിടക്കാൻ പറ്റുമല്ലോ. വീട്ടിലെ മൃഗങ്ങളും ഒരു പട്ടിണി കിടക്കട്ടെ എന്ന് നമ്മൾ ആലോചിക്കരുത്, തീരുമാനിക്കരുത്. അവർക്കും നമ്മൾ കൃത്യമായി ഭക്ഷണം കൊടുക്കണേ, അവർക്കും കൃത്യമായി പരിചരണങ്ങൾ കൊടുക്കണേ. അങ്ങനെ അല്ലാഹു നമുക്ക് ഏൽപ്പിച്ചു തന്ന അമാനത്തെ നിങ്ങളിൽ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ
അത് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ വിശ്വസ്തത നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബേ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും വലിയ മഹത്വങ്ങളും പവറുകളുമുള്ള പവിത്രമായ അറഫാ, ഇനി ആ അറഫാ ദിവസത്തെ നോമ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അറഫാ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയല്ലോ. പരിശുദ്ധമായ അറഫാ, പവിത്രമായ അറഫാ, ദുആകളിൽ ഖൈറായ ദുആ ചെയ്യാനുള്ള ഏറ്റവും ഖൈറായ ദിവസം അത് അറഫയാണെന്ന് പഠിപ്പിച്ച പവിത്രമായ അറഫ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിലേക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയ പവിത്രമായ അറഫ. വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ വന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുമുട്ടിയ പവിത്രമായ അറഫ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട്, നബിയേ അദാ മൗലിഉ കദായാ നബി അല്ലാഹ്, ഇത് ഹജ്ജിന്റെ ഇന്ന സ്ഥലമാണ് നബിയേ, ഇത് ഹജ്ജിന്റെ ഇന്ന സ്ഥലമാണ് നബിയേ. അൽ അറഫ്ത യാ ഖലീലല്ലാഹ്, ഹജ്ജിനെ കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കിയോ നബിയേ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഇബ്രാഹിം നബിക്ക് ഹജ്ജ് കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പവിത്രമായ അറഫ. മുത്തു റസൂലുള്ളാഹി ദുആ ചെയ്ത പവിത്രമായ അറഫ. ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിനിടയിൽ സംഗമിക്കുന്ന കർമ്മഭൂമിയായ പവിത്രമായ അറഫ. യൗമുൽ മർഹമ വയൗമുൽ മഗ്ഫിറ. കോടിക്കണക്കിന് റഹ്മത്തുകളെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവന് മഗ്ഫിറത്തിന്റെ വഴികളെ അല്ലാഹു തുറന്നു കൊടുക്കുന്ന പവിത്രമായ അറഫ. വയഅതികു മിൻ നാരി ജഹന്നം, നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിവസമായ പവിത്രമായ അറഫ. അല്ലാഹു അവന്റെ മലക്കുകളോട്, ആ മലക്കുകളോട് അഭിമാനം പറയുന്ന പവിത്രമായ അറഫ. അറഫയിലെ നോമ്പെടുത്ത ആണിനെ തൊട്ട് പെണ്ണിനെ കുറിച്ചിട്ട് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന പവിത്രമായ അറഫ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പല സമയങ്ങളിലും കരയുമല്ലോ, പല സമയങ്ങളിലും സങ്കടപ്പെടുമല്ലോ. പക്ഷേ ജീവിതത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം അവന്റെ മക്കളും അവന്റെ കുടുംബങ്ങളും വല്ലാത്ത അട്ടഹാസിച്ച് പൊട്ടിക്കരയുന്ന ദിവസമായ പവിത്രമായ അറഫ. അല്ലാഹു ബഹുമാനിച്ച ദിവസമാണ്, അല്ലാഹു ആദരിച്ച ദിവസമാണ്, മുത്തു റസൂലുള്ളാഹി ബഹുമാനിച്ച ദിവസമാണ്, മുത്തു റസൂലുള്ളാഹി ആദരിച്ച ദിവസമാണ്. ആ ദിവസത്തിൽ ആരെങ്കിലും നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിന്റെ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു.
2 കൊല്ലത്തെ പാപഭാരങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. അറഫാ ദിവസത്തിൽ നോമ്പെടുത്താൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആരംഭ റസൂലുള്ള പറയുകയാണ്, 3 വിഭാഗം ആളുകള് ആ 3 വിഭാഗം ആളുകൾക്കുള്ളൊരു പ്രത്യേകതയുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വല്ലാത്തൊരു സുഗന്ധമാണ് അവർക്ക്. 3 വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വലിയ സുഗന്ധമാണ് സ്വഹാബാ. അവർക്ക് അല്ലാഹു നല്ല സുഗന്ധം നൽകുന്നതാണ് സ്വഹാബാ. വർഷങ്ങളായി ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളുകൾ അല്ലാഹുവിന്റെ ലോകത്തേക്ക് പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു വലിയ സുഗന്ധം നൽകുന്നുണ്ട് സ്വഹാബാ. ആ 3 വിഭാഗം ജനങ്ങൾ ആരാണ് സ്വഹാബാ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് ഒന്നാമത്തേത് അശ്ശുഹദാ. മാർഗത്തിൽ യുദ്ധം ചെയ്ത ശുഹദാക്കളായ ഷഹീദായ ആളുകളുണ്ടല്ലോ, ആ ശുഹദാക്കളാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവർക്ക് വല്ലാത്ത മനോഹരമായ സുഗന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗമുണ്ട്. ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ സുഗന്ധം അടിച്ച് വീശുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? വൽ ഖായിമൂന വസ്സായിമൂന ഫീ റമളാൻ. പരിശുദ്ധമായ റമളാനിൽ നോമ്പെടുത്തവനാണ്, നിസ്കരിച്ചവനാണ്. ഇനി മൂന്നാമത്തെ വിഭാഗമാരാ? വസ്സായിമൂന യൗമ അറഫാ. വസായിമൂന യൗമ അറഫാ. അവരെ അറഫാ ദിവസത്തിൽ നോമ്പെടുത്തവരാണ് സ്വഹാബാ. അവരെ അറഫാ ദിവസത്തിൽ നോമ്പെടുത്തവരാണ് സ്വഹാബാ. അറഫാ ദിവസത്തിൽ നോമ്പെടുത്തവരാരാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അവരെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വായിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റബ്ബേ, അറഫയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നീ നന്നാക്കണേ റഹ്മാനേ. ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. അറഫയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പൊറുക്കണേ റബ്ബേ. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ മുഴുവനും ഹാസുലാക്കണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്കൊക്കെ നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കല്യാണങ്ങളെ ശരിയാവാത്ത സഹോദര സഹോദരിമാർക്ക് റെഡിയാക്കി കൊടുക്കണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ശിഫയാക്കി തരണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ബിസിനസ്സിലെല്ലാം, കച്ചവടങ്ങളിലെല്ലാം, ഏർപ്പാടിലെല്ലാം, കൃഷിയിലെല്ലാം, ജോലിയിലെല്ലാത്തിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കള്, ഉസ്താദുമാരെ, കൂട്ടുകുടുംബങ്ങള്, അറിവിന്നിലാമിന്റെ കുടുംബങ്ങള്, പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം അവരെ ഖബറുകളെല്ലാം സ്വർഗ്ഗപ്പൂതോ പാക്കണേ അല്ലാഹ്. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്
ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ, ആഫിയത്ത് തരണേ, ഖൈറിന്റെ വഴികളെ തുറന്നു തരണേ. അറഫാ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സുഹറുകളെ ബാത്തിലാക്കണേ, കണ്ണേറുകളെ ബാത്തിലാക്കണേ, നാപ്പോരുകളെ ബാത്തിലാക്കണേ. സർവ ഷർറുകളും വന്നതോ വരാനുള്ളതോ ഉണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് തട്ടിമാറ്റണേ യജമാനനായ കമന്റുകളിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ അറഫാ ദിവസത്തിലുള്ള ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. 922ാമത്തെ മജ്ലിസാണ് റബ്ബേ, 921ാമത്തെ മജ്ലിസാണ്. ഈ മജ്ലിസിലെ ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ അറഫാ ദിവസത്തിലെ ബറക്കത്ത് കൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് രാത്രി അറഫയുടെ രാവാണ്. ഇൻഷാ അല്ലാഹ് നാട്ടിലെ നാളെ അറഫ നോമ്പാണ്. ഇന്ന് അറഫയുടെ രാവാണ്, തൗബ മജ്ലിസാണ്. എല്ലാ മുഅ്മിനീങ്ങളും പങ്കെടുക്കണേ. ഇന്നത്തെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ഇന്നത്തെ രാവ് പ്രാർത്ഥനയ്ക്ക് ഹിജാബത്തുള്ള രാവാണ്. ഇന്നത്തെ രാവ് പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരുന്ന രാവാണ്. ഒരു 5 രാത്രികൾ ഏറ്റവും ഗ്രേഡുള്ളതാ. അന്നുള്ള പ്രാർത്ഥന റബ്ബുനാ തട്ടാത്തതാ. ആദ്യത്തെ രാവാ റജബ് മാസമിലുള്ളേ, ശഅബാൻ നിസ്ഫിലെ രാത്രിയാ മറ്റൊന്നേ. ജുമഅയുടെ രാവോ 2 പെരുന്നാൾ രാവും എന്നിങ്ങനെ വെളി വാക്കിയേ തിരുനാമോ. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് പെരുന്നാളിന്റെ 2 രാവുകള് അതിന്റെ മഹത്വം മനസ്സിലാക്കണേ. ആ രാവിലുള്ള പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം